റോസമ്മേ, ഇതാ ഒരു പോലീസ് വണ്ടി വന്ന്. പോലീസ് വണ്ടി. വേഗം ചെല്ലി. എന്താന്ന് നോക്ക്. ഓടിപ്പോ. അവനിങ്ങെടുത്തുണ്ടോ? എന്താ സാറേ? നിങ്ങളുടെ മോനെ കൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. അത് കഴിയുമ്പോ വിട്ടേക്കാം. അയ്യോ എന്റെ പൊന്ന് സാറേ, അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവനെ കൊണ്ടുപോവല്ലേ സാറേ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കർത്താവാണ്. അതുമല്ല സാറേ, അവനൊരു രോഗിയും കൂടിയാ. അവന്റെ രോഗമൊക്കെ ഞങ്ങൾ മാറ്റിക്കൊടുത്തോളാം. അയ്യോ മോനെ, റോസമ്മേ, നിന്റെ മോൻ വല്ല കുരുത്തക്കെടും കാണിച്ച. നീ പോടി മൂദേവി. നീ പോടി പുല്ലേ. രണ്ടും വായടക്കോ. നിങ്ങൾ മെനക്കേടുണ്ടാക്കാതെ ഇങ്ങോട്ട് മാറി നിന്നേ. മറിക്കെ സാറേ, അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കൊണ്ടുപോവല്ലേ? വെൽക്കം റോക്കി. അവർ ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ ഫോർ യു. ശരത്ത്, സർ. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സർ. കാരണം ആളെ തപ്പി നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെ സർ. സോ യു ആർ ദ കൾപ്രിറ്റ്. ഓക്കെ, ദെൻ ഷൂട്ട്. അന്ന് രാത്രി ഇടിക്കുളി കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം തീരുമാനം എടുത്തു തന്നെയാണ് ഞാൻ അന്ന് അവിടെ പോയത്. ഒരു 10-10:30 മണിയോടെ ഞാൻ അവിടെ എത്തി. എൻ്റെ കയ്യിലെ പിസ്റ്റൾ യൂസ് ചെയ്ത് ഞാൻ അയാളെ ഷൂട്ട് ചെയ്തു. ഐ ആം ദ കൾപ്രിറ്റ്. ആ പേപ്പർ വർക്കിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കി വെക്കണം കേട്ടോ. അങ്ങനെ പറ. അതാ വരുന്നത്, പിടിച്ചോ. ഇങ്ങോട്ട് മാറി എവിടെ പോകുന്നു? എന്താ കാര്യം? എന്താ നിങ്ങൾ മോനെ പിടിച്ചു വെച്ച കാരണങ്ങളുണ്ട്. അതൊക്കെ പറയേണ്ടവർക്ക് പറഞ്ഞോളാം. നിങ്ങൾ ഇവിടെ കിടന്ന് വേളം വെക്കാൻ അങ്ങോട്ട് മാറി. അവരെ അങ്ങോട്ട് പിടിച്ചു മാറി. അങ്ങോട്ട് അവരെ കയറ്റിവിട്. പോട്ടോ. വാ വാ വാ. ചെല്ല് കേറി ചെല്ല്. ഓ എന്താ അമ്മേ പ്രശ്നം? കാക്കിയിട്ടവരെ കണ്ട എനിക്ക് പേടിയാ സാറേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു കൂവിയത്. അങ്ങനെ എല്ലാവരും പേടിക്കണ്ട. അതിലും മനുഷ്യ പറ്റുള്ളവരുണ്ട്. അല്ല, അതിപ്പോ സാറിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സാറേ. അതുകൊണ്ട് സാറിന്റെ മോനെ വിട്ടു തരണം. അവൻ ശുദ്ധനാ സാറേ, ഒരലമ്പിനും പോവാത്തവനാ. ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിന്നാണ് അവൻ തട്ടിയിരിക്കുന്നത്. അതും ഒറ്റ വെടിക്ക്. പണ്ടവൻ പട്ടാളത്തിലും വരുന്ന. പട്ടാളത്തിലാ? എന്റെ പൊന്ന് സാറേ, അവനൊരു കാക്ക എറിയാൻ പോലും അറിയത്തില്ല. ഡിഗ്രി കഴിഞ്ഞ് വല്ല വേലയ്ക്കും പോകാതെ അവൻ മൂന്നാറിൽ പോയി പഠിച്ചു വന്നതിന്റെ ഫലം ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് ഉളത്താൻ പോയതാ. അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. എന്തോ? അല്ല, മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അയ്യോ എന്റെ പൊന്നു സാറെ, ക്ഷമിക്കണം. ഞാൻ എന്റെ ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെ 2 വർഷം മൂന്നാറിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവന്റെ ബുദ്ധിക്ക് അത്ര സ്ഥിരതയില്ല. ഞാനാണെങ്കിൽ കണ്ടവന്റെ കക്കൂസ് കഴുകി എച്ചിപ്പാത്രവും കഴുകി ഉണ്ടാക്കിയ കാശാ സാറേ, ഒരു ഗുണവും ഇല്ലാതെ പോയത്. ഭർത്താവ് കളഞ്ഞിട്ട് പോയതാ. എല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങളുടെ മോനും ഇടുക്കളിയും തമ്മിൽ എന്താ പ്രശ്നം? അയ്യോ അതാ സാറേ അതിശയം. എന്റെ അറിവിൽ അവര് തമ്മിൽ പരിചയമോ ശത്രുതയോ ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ ചെറുക്കൻ ഇങ്ങനെ ഇയാളെ കൊല്ലാൻ നടക്കുന്നതെന്നാ പിടികിട്ടാത്തത്? ചോദിച്ചാലോട്ട് പറയത്തുമില്ല. അവനെ ഡോക്ടർ വല്ലതും കാണിച്ചു? ഓ സാറ് ചോദിച്ചത് നന്നായി. ഞാനതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. സാറേ, ഇനിയെങ്കിലും എന്റെ മോനെ വിട്ടു തന്നൂടെ? നിങ്ങളുടെ മോനെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ 2 ദിവസം ഞങ്ങൾക്ക് ഇവിടെ വേണം. ഒന്ന് വാച്ച് ചെയ്യാനാ. ഇവരൊന്ന് വീട്ടിൽ കൊണ്ടുവെക്കണേ. ചായ മേടിച്ചോളൂ. ഇല്ല, കയ്യിലുണ്ട്. സാറേ, ബൂസ്റ്റിട്ട് ഒരു ചായ വാങ്ങിച്ചു മേടിച്ചു. ചെല്ലേ. ഓ Have it. എങ്ങനെയുണ്ട് ചായ? കൊള്ളാം സാർ. ചായ അല്ലെങ്കിലും നല്ലൊരു എനർജി ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ളവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നല്ലൊരു എനർജി വേണ്ടേ? എക്സ്ക്യൂസ് മീ. ആ യെസ്. അതെ, ഓക്കെ ഓക്കെ, ശരി. നല്ല വല്ല കോമഡി ആണെങ്കിൽ ഞങ്ങളും കേൾക്കട്ടെ. ഈ രേഖക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. രാത്രി എല്ലാ ദിവസവും ബോയിങ് കണ്ടിട്ട് ബെഡിലേക്ക് വീഴാറുള്ളൂ അല്ലേ? ഓ, അത് പറഞ്ഞപ്പോഴാ.
നിങ്ങളന്ന് സിനിമ കണ്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോ ഇടിക്കലയുടെ വീട്ടില് ഹാളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന സമയം അനുസരിച്ച് ഏകദേശം നിങ്ങൾ തിയേറ്ററിലിരിക്കുമ്പോഴാണ് ഇടിക്കലയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ക്യാൻ യു റിമെമ്പർ എനിത്തിങ് അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും? ഇല്ല സർ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സർ, ഇടിക്കല സാറിന്റെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോ മദനഗോപാൽ അങ്കിൾ അവിടെ നിപ്പുണ്ടായിരുന്നു. ഗേറ്റ് പൂട്ടാൻ വന്നാന്നാ തോന്നുന്നേ. അല്ലാതെ വേറെ ആരും സംശയിക്കത്തക്ക സാഹചര്യത്തിൽ അവിടെ വന്നില്ല സർ. പിന്നെ ഇടുക്കുള്ള സാർ ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. കള്ളു മൂക്കുമ്പോ എന്തെങ്കിലും ഉടക്കോ മറ്റോ. ഇറ്റ്സ് എ പോയിന്റ് അല്ല രേഖ? ചാൻസസ് ആർ ദേർ. പലയിടത്തും നടക്കുന്ന ക്രൈമിന് കാരണം മദ്യമാണല്ലോ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? ആ മേഡർ നടന്ന വീടായതുകൊണ്ടാണ് പെട്ടെന്ന് മാറാൻ ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിയാം സർ. ഓക്കെ. ഇതുപോലെ ഇനിയും വെളുപ്പിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മാഡം. അപ്പൊ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു, കാണാം. ഓക്കെ സർ, ബൈ. ശരി സർ. താങ്ക്സ് ഫോർ ദ കോപ്പറേഷൻ. സ്പെഷ്യൽ കാന്താരി ചിക്കൻ. ബാക്കി ഞങ്ങൾക്കൂടെ വെച്ചേക്കണേ സാറേ. സാറേ, ഉപ്പും പുളിയൊക്കെ കറക്റ്റാ. എന്റെ ഭാര്യ ഇതുകൊണ്ട് പറയല്ല, പാചകത്തില് അവള് നളനെ തോപ്പിക്കും. അതല്ല എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. സാർ, ആ ബാലസ്റ്റിക് എക്സ്പെർട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ. ശരി സാർ. എങ്ങനെയുണ്ട്? ഉഗ്രനല്ലേ? സൂപ്പർ. സാർ, ഇതാണ് ഇടിക്കുള്ള സാറിന്റെ പിസ്റ്റൾ. 9mm 1A റേഞ്ചിൽപ്പെട്ട സെമി ഓട്ടോമാറ്റിക് വെപ്പണാണിത്. IDF കമ്പനിയുടെ മേക്ക്. ഇടിക്കുള്ള സാറിന്റെ ഡെഡ് ബോഡിക്ക് അടുത്ത് നീട്ടിയ ഈ പിസ്റ്റൾ ഫുൾ ലോഡഡ് ആയിരുന്നു. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ജീവയുടെ കയ്യിൽ നിന്നും പോലീസ് ക്യാപ്ചർ ചെയ്തത് ഒരു 9mm പിസ്റ്റളാണ്. അതിൽ നിന്നും ഗൺ ഫയറിംഗ് നടന്നിട്ടില്ല. ഇടിക്കുള്ള സാറിന്റെ നെഞ്ചിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റാണിത്. ബ്രൗണിംഗ് എന്ന കമ്പനിയുടെ പിസ്റ്റളിൽ മാത്രം യൂസ് ചെയ്യാറുള്ള 9mm റേഞ്ചിലുള്ള ബുള്ളറ്റാണിത്. നെഞ്ചിൻ്റെ ആൾമോസ്റ്റ് മിഡിലായിട്ട് ഒരൊറ്റ ഷാർപ്പ് ഷോട്ട്. ഈ ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത്. പിന്നെ മറ്റൊരു ബുള്ളറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. സെയിം 9mm ബുള്ളറ്റ്. അത് ഉന്നം തെറ്റി ഫ്ലവർ വേസിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സയന്റിഫിക് ഒപ്പീനിയൻ അനുസരിച്ച് ഈ ബ്രൗണിംഗ് കമ്പനിയുടെ പിസ്റ്റൾ ഉപയോഗിച്ച ആള് തന്നെയാണ് കില്ലർ. എക്സാക്ട്ലി. ഓരോ ഫയറിങ്ങിന് ശേഷവും ബുള്ളറ്റിൽ ഉണ്ടാകുന്ന മാർക്കിങ്ങിനെ ബേസ് ചെയ്താണ് ക്രൈമിൽ ഉപയോഗിച്ച വെപ്പൺ ഏത് കമ്പനിയുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. റൈഫിളിംഗ് എന്നാണ് ഞങ്ങളിതിനെ വിളിക്കാറ്. സാർ, ഈ മുറിവ് കണ്ടോ? തോക്കിൽ നിന്ന് വളരെ ഷാർപ്പായി പായുന്ന വെടിയുണ്ട നെഞ്ചിൽ തുളച്ചു കയറുമ്പോഴുള്ള എൻട്രി വൂണ്ടാണിത്. ഈ മുറിവിൻ്റെ വ്യാസവും ബുള്ളറ്റിൻ്റെ ഡയമീറ്ററും ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇൻ ദിസ് കേസ് ആൾസോ ഇറ്റ് ഈസ് സെയിം. ക്യാൻ യു എക്സ്പ്ലെയിൻ? യെസ്. അതായത് ഗണ്ണിൽ നിന്നും ഒരു ബുള്ളറ്റ് പായുമ്പോൾ അതിനൊപ്പം ചില ഒബ്ജക്ട്സ് കൂടി സ്പ്രെഡാകും. ഫ്ലെയിംസ്, ഫ്യൂംസ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ പെപ്പറിങ്. ഈ പെപ്പറിങ് എന്ന് വെച്ചാൽ കത്താത്ത വെടിമരുന്ന് തരികളില്ലേ, അതാണ്. ഇതിനെ ഫയർ എഫക്ട്സ് എന്നാ പറയുക. ഇത് എൻട്രി വൂണ്ടിന് ചുറ്റും ഒരു പ്രത്യേക വല ഉണ്ടാക്കും. ജസ്റ്റ് ലൈക്ക് എ ഹാലോ. ദേ കണ്ടില്ലേ? ഗൺ ഷോട്ടിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഹാലോ ഉണ്ടാകുന്നത്. ഈ ബുള്ളറ്റ് തോക്കിൻ്റെ കുഴലിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റിൻ്റെ പുറത്തൊരു ഗ്രീസ് ഉണ്ടാകും. ഇത് എൻട്രി വൂണ്ടിന് ചുറ്റും ഒരു സർക്കിൾ ഉണ്ടാക്കും. ഇതിനെ ഗ്രീസ് കോളർ എന്നാണ് പറയാറ്. ബുള്ളറ്റ് ബോഡി സ്ട്രോങ് ആയി ടച്ച് ചെയ്യുമ്പോൾ സ്കിന്നിൽ സ്ക്രാച്ച് ഉണ്ടാകും. ഇതിലൂടെയാണ് ബുള്ളറ്റ് തുളച്ചു കയറുന്നത്. ഇതിനെ അബ്രേഷൻ കോളർ എന്നാണ് പറയാറ്. അപ്പോൾ ഒരു ഡൗട്ട്, ഈ എത്ര ദൂരത്ത് നിന്ന് വെടിവെച്ചാലും ഇതൊക്കെ ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി. എത്ര ദൂരം നിന്ന് വെടിവെച്ചാലും ഗ്രീസ് കോളറും അബ്രേഷൻ കോളറും എൻട്രി വൂണ്ടിന് ചുറ്റും ഉണ്ടാകും. സർ, അപ്പൊ ഈ കേസിലോ? ഐ ആം കമ്മിങ് ടു ദാറ്റ്. ഗൺ ഫയറിങ്ങിന്റെ ഡിസ്റ്റൻസ് 3 ഇഞ്ചിനകത്താണെങ്കിൽ തോക്കിന്റെ എഡ്ജിൽ നിന്നുള്ള ഫ്ലെയിംസ് എൻട്രി വൂണ്ടിന് ചുറ്റും ബേണിംഗ് ഉണ്ടാക്കും. ഇനി ആ ഡിസ്റ്റൻസ് 6 ഇഞ്ചിനകത്താണെങ്കിൽ ഗണ്ണിൽ നിന്നുള്ള ഫ്യൂംസ് ഈ മുറിവിന് ചുറ്റും എ കൈൻഡ് ഓഫ് ബ്ലാക്കനിങ് എന്ന് വെച്ചാൽ ഒരു കറുത്ത വലയം സൃഷ്ടിക്കും. സർ, ആ വലയം ഈ വൂണ്ടിലും ഉണ്ടല്ലോ. യെസ്. ഈ വൂണ്ടിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് ഗ്രീസ് കോളറും അബ്രേഷൻ കോളറും ബേണിങ്ങും ബ്ലാക്കനിയും ഉണ്ട്.
പിന്നെ പെപ്പറിങ്ങും. സോ കൺസിഡറിങ് ഓൾ ദിസ് ആസ്പെക്ട്സ്, ഇടിക്കുള്ള സാറിനെ ആ കില്ലർ വെടിവെച്ചിരിക്കുന്നത് 7.5 ഇഞ്ചിൽ താഴെയുള്ള അകലത്തിൽ നിന്ന് മാത്രമാണ്. ക്ലോസ് റേഞ്ചിലെ ആ ഒറ്റ ഷോട്ടിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും സ്പോട്ട് ഡെത്ത് ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത്. ഈ മരണത്തിന് മുൻപ് ഒരു സ്ട്രഗിൾ നടന്നതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹിന്റ് ചെയ്യുന്നുണ്ട്. അതും ഈ സയന്റിഫിക് എവിഡൻസുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു സൂസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. നെവർ സാർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുള്ളിയുടെ ഗണ്ണിൽ തന്നെ ആവാമായിരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സർ, അപ്പൊ ഇതൊരു പ്രൊഫഷണൽ കില്ലർ ആണല്ലേ? യെസ്, എക്സാക്ട്ലി. ജസ്റ്റ് എ മിനിറ്റ്. സാർ, ഈ എൻട്രി വൂണ്ടിൻ്റെ ക്യാരക്ടറും ഗൺ ഫയറിങ്ങിൻ്റെ ആംഗിളും വെച്ച് നോക്കുമ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ്